ലബു 1001 രാവുകളിലെ ബസ്രയിലെ ഹസൻ എന്ന കഥയുടെ 5 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. 6ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. വീണ്ടും ഞാൻ പറയാണ്, ഈ 6ാമത്തെ ഭാഗം നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് ബസ്രയിലെ ഹസന്റെ 5 ഭാഗങ്ങൾ കേട്ടവർക്ക് മാത്രമേ ഈ 6ാമത്തെ ഭാഗം കേട്ടാൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് 5 ഭാഗം കേൾക്കുക. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞു നിർത്തിയത്, നമ്മുടെ ഹസൻ പിന്നെ മോഹിനിയെ തെരഞ്ഞുകൊണ്ട് വാക്ക് ദ്വീപ് അന്വേഷിച്ച് പോവാണ് അല്ലെ. പിന്നെ ജിന്നിസ്ഥാൻ എന്ന രാജ്യത്തെത്തി റോജയോട് ചോദിച്ചു. റോജയോട് കഥകളൊക്കെ പറഞ്ഞു അല്ലെ. ഇങ്ങനെയാണ് എൻ്റെ ഭാര്യയും മക്കളും പറന്നുപോയി, അവര് വാക്ക് ദ്വീപ് എന്ന് അന്വേഷിച്ചാല് അവിടെ ഉണ്ടാവുന്ന പറഞ്ഞത് എന്ന് പറഞ്ഞു. ഒരാൾക്കും അറിയില്ല. അപ്പൊ റോജയും പറഞ്ഞത്, ഞാനും ഇതുവരെ വാക്ക് എന്ന് പറഞ്ഞ ദ്വീപിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി ഹസൻ പൊട്ടിക്കരഞ്ഞിട്ട് അങ്ങനെ ബോധം കെട്ട് വീണുവാണ്. ഒരുപാട് സമയത്തിന് ശേഷം ഹസൻ എഴുന്നേറ്റിട്ട്, റോജ ഒരു തരത്തിലും പറഞ്ഞിട്ടും ഹസന് ഒരു തരത്തിലുള്ള സമാധാനവും ഇല്ല. എനിക്ക് എന്തായാലും വാക്ക് ദ്വീപിനെ കുറിച്ച് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ റോജ പറഞ്ഞു, സഹോദര, എനിക്ക് എൻ്റെ അമ്മക്ക് ഒരു ബ്രദറുടെ ഒരു ആങ്ങളയുണ്ട്. അദ്ദേഹം വേറൊരു രാജ്യത്താണ് താമസം. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ കാഡൂസ് എന്നാണ്. അബ്ദുൽ കാഡൂസ്. അപ്പോ ഞാനൊന്ന് പ്രത്യേക തരത്തില് ഒരു മന്ത്രം ജപിച്ചാല്, ഇത് 1001 രാവുകളിലെ കഥയാണ്, നമ്മളെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളൊക്കെ കുറെ ഉണ്ടാവും, എന്നാലും ഇത് മനസ്സിലാക്കുക. അപ്പോ റോജ പറഞ്ഞു, അബ്ദുൽ കാഡൂസ് എന്ന് പറഞ്ഞവർ എൻ്റെ മാതാവിൻ്റെ ആങ്ങള പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ എപ്പം വേണമെന്ന് വിചാരിക്കുന്നു ആ സമയത്ത് പ്രത്യേക തരത്തിലുള്ള ഒരു മന്ത്രം ചൊല്ലിയാൽ മതി, കാഡൂസ് മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാഡൂസിന് അദ്ദേഹത്തിന് ചിലപ്പോ ഈ വാക്ക് എന്ന് പറഞ്ഞ ദ്വീപിനെ കുറിച്ച് അറിയായിരിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ നീ മന്ത്രം ചൊല്ലി വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പോ റോജ പറഞ്ഞു, അങ്ങനെ ഒരു മനുഷ്യനായ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടൂല, നിന്നെ കൊന്നു കളയും. അഥവാ എന്നെ കൊല്ലട്ടെ, വിളിക്ക്, എനിക്ക് എൻ്റെ ഭാര്യയും മക്കളെയും കണ്ടേ പറ്റൂ, അവരെ കണ്ടെത്താൻ സഹായിക്കുന്ന എന്ത് വഴിയും ഞാൻ ചെയ്യും, ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞു. അവസാനം റോജ പ്രത്യേക തരത്തിലൊരു മന്ത്രം ചൊല്ലിയപ്പോ പെട്ടെന്ന് ഒരു വല്ലാത്തൊരു ശബ്ദത്തോടെ അബ്ദുൽ കാഡൂസ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. വളരെ ഗൗരവമേറിയ മുഖം, ആജാനബാഹുവായ ഒരു മനുഷ്യൻ. ഞാൻ ആര് കണ്ടാലും ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് പേടിച്ചു. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ റോജയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട്, റോജ, എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തിച്ചത്, പെട്ടെന്ന് പറയൂ എന്ന് പറഞ്ഞു. റോജാക്ക് പറയാനും പേടിയായി. അപ്പൊ ഹസനെ ഇയാൾ കാണുന്നില്ല, ഹസൻ കുറച്ച് മാറി നിന്നിട്ടാള്. അപ്പൊ റോജ പറഞ്ഞു, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, എന്നെ അവിവേകമാണെങ്കിൽ പൊറുക്കണം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഹസന്റെ ജീവചരിത്രം മുഴുവനും കാഡൂസിനെ കേൾപ്പിച്ചു കൊടുത്തു. കാഡൂസ് ഒരുപാട് സമയം ആലോചിച്ചിട്ട് പറഞ്ഞു, എന്താ ചെയ്യാ. കാഡൂസിന് ഒരു അനുകമ്പ തോന്നി. ഹസനെ എന്നിട്ട് പറഞ്ഞു, ഹസനെ ആ ഉള്ള സ്ഥലത്ത് നിന്ന് റോജ വിളിച്ചു, ഇങ്ങോട്ട് വാ. ഹസൻ വളരെ ഭവ്യതയോടെ താഴ്മയോടെ കാഡൂസിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് അദ്ദേഹത്തെ ഒരുപാട് തവണ ഇങ്ങനെ നോക്കി നിന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഉറ്റു വീഴുകയാണ്. ഹസന്റെ ആ സങ്കടം കണ്ടപ്പോ കാഡൂസിന് ഹസനോട് ഒരു അനുകമ്പ തോന്നി. എന്നിട്ട് ഹസൻ പറഞ്ഞു, എന്നെ എങ്ങനെയെങ്കിലും വാക്ക് ദ്വീപിൽ എത്തിക്കണം, അവിടെയാണ് എൻ്റെ ഭാര്യയും മക്കൾ ഉണ്ടാവുക എന്ന് മോഹിനി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്നെ വാക്ക് ദ്വീപിൽ എത്തിക്കണം എന്ന് പറഞ്ഞു. കാഡൂസ് ഒരുപാട് സമയം കണ്ണടച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചു. ഒരുപാട് സമയം കണ്ണടച്ച് ചിന്തിച്ചിട്ട് പറഞ്ഞു, പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്. അങ്ങനെ വാക്ക് എന്ന് പറഞ്ഞൊരു ദ്വീപില്ല, എനിക്കറിയില്ല. ഹസൻ നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ പറയരുത്, ഇനി വാക്ക് എന്ന് പറഞ്ഞ ദ്വീപുണ്ട്, എൻ്റെ മോഹിനി കളവ് പറയൂല, എവിടെയെങ്കിലും ആയിട്ട് ആ ദ്വീപ് ഉണ്ടാവും, എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. അത് ഹസൻ ഇങ്ങനെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. കാഡൂസ് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ദ്വീപിനെ കുറിച്ച് അറിയില്ല, ഒരു കാര്യം ചെയ്യാം, നിന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് തിരിച്ചു പോകാനും പറ്റുന്നില്ല, ഞാനൊരു ഉപായം പറഞ്ഞു തരാം, ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം, നിന്നെ ഒരാളുടെ അടുത്തേക്ക് ഞാൻ എത്തിക്കാം, ചിലപ്പോ അയാൾക്ക് ഇങ്ങനെ ഒരു വാക്ക് എന്ന് പറഞ്ഞ ദ്വീപിനെ കുറിച്ചിട്ട് അറിയായിരിക്കും. ഹസൻ ചോദിച്ചു, ആരാ?
അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, നീ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഹസൻ പറഞ്ഞു, നീ എൻ്റെ മരണം വരെ എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ഭാര്യയും കുട്ടികളെയും എനിക്ക് തിരിച്ചു കിട്ടുന്നതും മരണം വരിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പൊ കാഡൂസ് പറഞ്ഞു, റോജയോട് പറഞ്ഞു, റോജ, അള്ളാഹുവിന്റെ വിധി അതാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ, ഞാൻ ഈ ഹസനെയും കൂട്ടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. റോജ ഹസനോട് യാത്രയൊക്കെ പറഞ്ഞു. അങ്ങനെ പെട്ടത് കാഡൂസ്, അബ്ദുൽ കാഡൂസ് ഒരു പ്രത്യേക മന്ത്രം ജപിച്ചപ്പോ ഒരു ആന പറന്നു വന്നു, ചിറകുള്ള ആന പറന്നു വന്നു. ആ ആനപ്പുറത്ത് ഹസനോട് കയറി ഇരിക്കാൻ പറഞ്ഞു. കാഡൂസും ആനപ്പുറത്ത് കയറി. ആന വായുവിലൂടെ തുഴഞ്ഞു. 3 രാത്രിയും 3 പകലും അതിവേഗതയിൽ ആന വായുവിലൂടെ സഞ്ചരിച്ചു. എന്നിട്ട് ഒരു നീല പർവ്വതത്തിന്റെ മുകളിൽ ആന വന്നിറങ്ങി. ഒരു നീല പർവ്വതത്തിന്റെ മുകളിൽ, അവിടെ മൊത്തം നീലമയം, കാണുന്നതൊക്കെ നീല, പർവ്വതം നീല, ചെടികൾ നീല, വെള്ളം നീല, മരങ്ങൾ നീല, എല്ലാം നീല കളർ. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ ആന വന്നിട്ട് ഇറങ്ങിയത്. ഹസനെയും കൊണ്ട് ഈ കാഡൂസ് നടന്നിട്ട് ഒരു ഗുഹയുടെ മുമ്പിലേക്ക് എത്തി. ഗുഹയുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ട് പിന്നെ അവിടെ ആ ഗുഹാമുഖത്ത് 2 നീല പടയാളികൾ നീല കുന്തം പിടിച്ചിട്ട് കാവല് നിൽക്കുന്നുണ്ടായിരുന്നു. അവരോട് കാഡൂസിനെ കണ്ടപ്പോ അവര് വഴിമാറി. കാഡൂസ് പറഞ്ഞു, ഹസ, നീ ഇവിടെ നിൽക്ക്. ആ പിന്നെ ഗുഹയുടെ മുമ്പില്, വാതിലിന്റെ മുമ്പില് ഹസനെ നിർത്തിച്ചിട്ട് പറഞ്ഞു, ഹസ, നീ അകത്തേക്ക് വരണ്ട, ഞാൻ അകത്തേക്ക് പോയിട്ട് വരാം, നീ ഇവിടെ തന്നെ നിൽക്കുന്ന് പറഞ്ഞു. ഹസൻ പറഞ്ഞു, ആ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുൽ കാഡൂസ് ഗുഹയുടെ അകത്തേക്ക് പോയി. ഗുഹയുടെ അകത്തേക്ക് പോയപ്പോ അവിടെ ഒരുപാട് നീല വസ്ത്രം ധരിച്ച ഒരുപാട് സന്യാസിമാർ അവിടെ നീല കല്ലിന്റെ പുറത്തിരിക്കുന്നുണ്ട്. നീല ജപമാലയാണ് അവർ ജപിച്ചുകൊണ്ടിരിക്കുന്നത്, മൊത്തം നീല കളർ. അങ്ങനെ കാഡൂസ് അതിലെ ഒരു നേതാവായിരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് പോയി. നീല ജുബ്ബയാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. അയാളോട് ഒരുപാട് സമയം സംസാരിച്ചു. കാഡൂസ് തിരിച്ചു വന്നിട്ട് ഹസനോട് പറഞ്ഞു, ഹസ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ ചോദിച്ചു. ഇവിടെ വരെ മാത്രമേ എനിക്ക് വരാൻ പറ്റുള്ളൂ. ഈ വാക്ക് എന്ന് പറഞ്ഞ ദ്വീപ് എവിടെയാണെന്ന് എനിക്കറിയില്ല. ഈ ഉള്ളിലുള്ള ഇവർക്കും അറിയില്ല. അവർക്കും വാക്ക് ദ്വീപിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് അവരൊരു കത്ത് തന്നിട്ടുണ്ട്. ഈ കത്ത് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇത് കത്തിൽ എന്താണെന്ന് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് നീ ഒറ്റക്കായിരിക്കും യാത്ര. എനിക്ക് കൂടെ വരാൻ നിർവാഹമില്ല. നീ തയ്യാറാണോ? അവരും പറയുന്നത് വാക്ക് ദ്വീപ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദ്വീപില്ല എന്നാണ്. ഒരു അതിദുർഘടമായ യാത്രയായിരിക്കും മുന്നോട്ടുള്ള യാത്ര. നീ പോവാൻ തയ്യാറാണോ? ഹസൻ പറഞ്ഞു, ഞാൻ പോവാൻ തയ്യാറാണ്. എന്തിനും ഞാൻ തയ്യാറാണ്. എത്ര ദുർഘടം പിടിച്ച യാത്രയായാലും ഞാൻ പോവാൻ തയ്യാറാണ്. എൻ്റെ മക്കളെയും എൻ്റെ മോഹിനിയെയും എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുൽ കാഡൂസ് കത്തേൽപ്പിച്ചു. കാഡൂസ് ഒരുപാട് അനുഗ്രഹങ്ങളെ കൊടുത്തു. പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് ഒരു ഒരു മന്ത്രം ജപിക്കലോടുകൂടി നീ ഒരു പ്രത്യേക ഒരു സ്ഥലത്തേക്ക് എത്തും. അപ്പോ കാഡൂസ് കണ്ണടച്ച് നിന്നുകൊണ്ട് ആ ഗുഹയുടെ അകത്ത് നിന്ന് ആ മന്ത്രവാദി പറഞ്ഞു കൊടുത്ത മന്ത്രം ജപിച്ചു. ജപിക്കലോടുകൂടി ഹസൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഒരുപാട് ദൂരം ഹസൻ സഞ്ചരിക്കുന്നതായിട്ട് തോന്നി. 7 പകലും 7 രാത്രിയും സഞ്ചരിക്കുന്നത് പോലെ ഹസന് തോന്നി. ഹസൻ പോയിട്ട് ഇറങ്ങിയത് എവിടാന്നറിയോ? ഒരു കുതിരപ്പുറത്താണ് പോയത്. ഒരു കുതിരപ്പുറത്ത് സഞ്ചരിച്ചിട്ടാണ് 7 പകലും 7 രാത്രിയും കുതിരപ്പുറത്ത് സഞ്ചരിച്ചിട്ട് ഹസൻ എത്തിപ്പെട്ടത് ഒരു കറുകറുത്ത പർവ്വതത്തിന്റെ മുകളിലാണ്. അവിടെ നോക്കുമ്പോ ഫുൾ കറുപ്പ്. നേരത്തെ കണ്ടതാണെങ്കിൽ ഫുൾ നീലയല്ലേ, ഇവിടെ ഫുൾ കറുപ്പ്. കറുത്ത പർവ്വതങ്ങള്, കറുത്ത ചെടികള്, കറുത്ത മരങ്ങള്, കാണുന്നതൊക്കെ കറുപ്പ് നിറം. അപ്പൊ കുതിര ഹസനെയും കൊണ്ട് ആ പർവ്വതത്തിന് മുകളിൽ ഇറങ്ങി. കുതിര ഓട്ടോമാറ്റിക്കായിട്ട് അതിവേഗതയിൽ ഭൂമിയിലൂടെ ആ കറുത്ത പർവ്വതത്തിലൂടെ സഞ്ചരിച്ചിട്ട് ഒരു കറുത്ത ഗുഹയുടെ മുമ്പിൽ പോയിട്ട് നിന്നു. കുതിര നിന്നു. കുതിരപ്പുറത്തു നിന്നും ഹസൻ താഴേക്ക് ഇറങ്ങി. ഹസൻ നോക്കുമ്പോ ഒരു
വലിയൊരു ഗുഹാമുഖം കാണുന്നുണ്ട്. പേടിച്ച് പേടിച്ച് ഹസൻ അകത്തേക്ക് കയറിപ്പോയി. ഇതിൻ്റെ അകത്ത് എന്താണ് ഒന്നും അറിയില്ല. അങ്ങനെ കയറിയ അങ്ങ് അകത്തേക്ക് എത്തിയപ്പോ കറുത്ത വസ്ത്രം ധരിച്ച ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നുണ്ട്. കറുത്ത താടി മുട്ടോളമുള്ള ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ ഹസനെ ഇങ്ങനെ തുറിച്ചു നോക്കുകയാണ്. ഹസൻ ഇങ്ങനെ പേടിയായി ഇയാളെ കണ്ടിട്ട്. മൊത്തം കറുപ്പ് നിറാണ്. അങ്ങനെ കണ്ടിട്ട് ഇയാൾക്ക് പേടിയായി. അപ്പൊ ഹസനെ കണ്ടിട്ട് കാഡൂസ് പറഞ്ഞയച്ചതാണല്ലേ എന്ന് അയാൾ ഇങ്ങോട്ടേക്ക് ചോദിച്ചു. താടി ഇങ്ങനെ പിടിച്ചു വെച്ചു. അബ്ദുൽ കാഡൂസ് പറഞ്ഞയച്ചതാണല്ലേ? അതെ, എന്നെ അബ്ദുൽ കാഡൂസ് പറഞ്ഞയച്ചതാണ്. ആ കത്തിങ് തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഹസൻ ആ ഭവ്യതയോടെ ആ കത്ത് കൊടുത്തു. കത്ത് കൊടുത്തിട്ട് അവിടെയുള്ള സന്യാസിമാർ എല്ലാവരും കൂടി ആ കത്ത് വായിച്ചു. ഹസൻ അവിടെ ഭവ്യതയോടെ നിൽക്കുകയാണ്. ഒരുപാട് സമയം ആ സന്യാസിമാർ ആലോചിച്ചു. എന്നിട്ട് ഹസൻ അടുത്തേക്ക് വിളിച്ചു. ഇങ്ങോട്ട് വാ. ഹസൻ വളരെ ഭവ്യതയോടുകൂടി അവരുടെ അടുത്തേക്ക് പോയി. ഒരു കറുത്ത ഒരു ഫലകം ഒരു ഇരിക്കാനുള്ള ഒരു സ്ഥലം കാണിച്ചിട്ട് ഹസനോട് പറഞ്ഞു, നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. ഹസൻ അവിടെ ഇരുന്നു. എന്നിട്ട് ചോദിച്ചു, ഹസനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹസ, ഞങ്ങൾ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ വാക്ക് എന്ന് പറഞ്ഞ ദ്വീപുണ്ട്, എനിക്കറിയാം. അങ്ങനെ ഒരു ദ്വീപുണ്ട്. പക്ഷെ ഒരിക്കലും നിനക്ക് ആ ദ്വീപിലേക്ക് പോകാൻ പറ്റൂല. ആ ദ്വീപിൽ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. മരണം ഉറപ്പാണ്. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് തിരിച്ചു പോകണം. വാക്ക് എന്ന് പറഞ്ഞാൽ ദ്വീപിലേക്ക് നിനക്ക് എത്താൻ സാധ്യല്ല എന്ന് പറഞ്ഞു. ഹസൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഗുരു, അങ്ങനെ ഒരിക്കലും പറയരുത്. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഞാൻ മരണപ്പെടട്ടെ, മരിക്കാനും ഞാൻ തയ്യാറാണ്. ദയവ് ചെയ്ത് എന്നെ വാക്ക് ദ്വീപിൽ എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോ അവരൊക്കെ കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, അസാധ്യമായ കാര്യമാണ് നീ പറയുന്നത്. അവിടെ അത്രയും കഠിനമായ പരീക്ഷണങ്ങൾ നീ നേരിടേണ്ടി വരും വാക്ക് ദ്വീപിൽ എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് കാണുന്ന ഈ പരീക്ഷണങ്ങളൊന്നും ഒരു പരീക്ഷണമേ അല്ല. നീ ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത, ഒരിക്കൽ പ്രതീക്ഷിക്കാത്ത പരീക്ഷണങ്ങൾ നീ നേരിടേണ്ടി വരും. അത് തയ്യാറാണോ എന്ന് ചോദിച്ചു. ഹസൻ പറഞ്ഞു, എന്തിനും ഞാൻ തയ്യാറാണ്. എന്നെ ഒന്ന് വാക്ക് ദ്വീപിലേക്ക് എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ കറുത്ത താടി വെച്ച ആ മനുഷ്യൻ തൻ്റെ താടിയിൽ നിന്ന് കുറച്ച് രോമങ്ങൾ ഇങ്ങനെ പിഴുതെടുത്തു, പറിച്ചിട്ട് ഹസന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ രോമം നിനക്ക് ഉപകാരപ്പെടും. എപ്പോഴെങ്കിലും 3 രോമ കൊടുത്തിട്ടുള്ളൂ, വെറും 3 എണ്ണം. എന്നിട്ട് പറഞ്ഞു, ഈ 3 രോമങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം കത്തിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പ്രത്യക്ഷപ്പെടും. എൻ്റെ സഹായം എപ്പം വേണം തോന്നുന്നോ അന്നേരം നീ ഇത് കത്തിച്ചാൽ മതി, ഞാൻ അവിടെ എത്തും. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയാണ്, വാക്ക് ദ്വീപില് നീ പോകണ്ട. അവിടെ പോയി കഴിഞ്ഞവരാരും പോയിട്ടില്ല. പക്ഷെ അവിടെ പോയവരൊക്കെ ആരും തിരിച്ചു വരാൻ പറ്റൂല എന്ന് എനിക്ക് ഉറപ്പാണ്. അതൊന്നും സാരമില്ല. മരണമെങ്കിൽ മരണം. എൻ്റെ മക്കളെയും ഭാര്യയും കാണാനുള്ള ആഗ്രഹം കൊണ്ട്, അവരെ തിരിച്ചു കിട്ടാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ആ മന്ത്രവാദി ഗുഹയുടെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഹസൻ ആ 3 രോമയില്ലേ അത് കീശയിലേക്ക് ഭദ്രമായിട്ട് വെച്ചു. എന്നിട്ട് ഹസനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം പ്രത്യേക മന്ത്രം ജപിച്ചപ്പോൾ ഹസൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഹസൻ പെട്ടെന്ന് എത്തിപ്പെട്ടത് ഒരു വലിയൊരു ദ്വീപിലാണ്. ഹസൻ ഇങ്ങനെ പെട്ടെന്ന് സ്വപ്നം കണ്ടതുപോലെ ഹസന് തോന്നി. അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു ദ്വീപ് പ്രദേശത്താണ് ഹസൻ എത്തിയിട്ടുള്ളത്. അവിടുന്ന് ഹസൻ എന്ത് ചെയ്തു, അവിടുന്ന് പെട്ടെന്ന് ഇത് എവിടെ എത്തിയെന്നറിയാതെ പെട്ടെന്ന് ഇങ്ങനെ ഓടി. ഇതാണ് അവിടെയുള്ള പക്ഷികളൊക്കെ വാക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ശബ്ദത്തിലാണ് കരയുന്നത്. അപ്പൊ ഹസന് മനസ്സിലായി, ഇത് വാക്ക് ദ്വീപാണ്. പക്ഷികൾ കരയുന്നത് വാക്ക് എന്നാണ്. ഹസൻ അവിടെ നിന്ന് ആ പക്ഷികളെല്ലാം കൂടി ഹസൻ ഇങ്ങനെ കൊത്തിപ്പറിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പക്ഷികളും കൂട്ടത്തോട് വരികയാണ്. ഹസൻ പേടിച്ചിട്ട് ഓടുകയാണ്. ഓടി മണൽപ്പരപ്പിലൂടെ ഓടുമ്പോ പെട്ടെന്ന് ഒരു പാറ തടഞ്ഞിട്ട് ഹസൻ തെറിച്ചങ്ങേക്ക് വീണു. ഹസൻ വീണ് അങ്ങ് തെറിച്ചെത്തിയിട്ട് ഹസൻ തിരിഞ്ഞു നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? അത് പാറയല്ല, ഭീമാകാരനായ ഒരു മനുഷ്യൻ എഴുന്നേക്കുന്നതാണ്. രാക്ഷസനാത്, വലിയൊരു ഭീമാകാരനായ ഒരു മനുഷ്യൻ. അയാളെ തടഞ്ഞിട്ടാണ് ഹസൻ എന്ത് ചെയ്തത്, തെറിച്ചു വീണത്. അത് മണൽപ്പരത്ത് കിടന്നുറങ്ങുകയായിരുന്നു അയാൾ ഈ ചവിട്ടുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചിട്ട് അയാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു ഉറുമ്പിനെ പോലെ
കാണുന്ന ഒരു മനുഷ്യൻ. അയാൾ അത്രയും വലിയ മനുഷ്യനല്ലേ. അയാളെ നോക്കുമ്പോ ഒരു ഉറുമ്പിനെ പോലെ, ഒരു പക്ഷിയെ പോലെ കാണുന്ന ഒരു മനുഷ്യൻ. ഇതെന്ത് ജീവിയാ എന്നിട്ട് അയാൾ ഇങ്ങനെ, നമ്മളൊക്കെ ഒരു പക്ഷിയെ എടുക്കുന്നത് പോലെ ഹസൻ ഇങ്ങനെ എടുത്തു. എന്നിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഹസൻ, അയ്യോ എന്നെ തിന്നല്ലേ, എന്നെ തിന്നല്ലേ, എന്നെ തിന്നല്ലേ, ഞാനൊരു പാവാണെന്ന് പറയുമ്പോ ഈ രാക്ഷസൻ ഇങ്ങനെ, ഇത് നല്ല രസമുണ്ടല്ലോ, ഇതിങ്ങനെ സംസാരിക്കുന്ന പക്ഷിയാണല്ലോ, ഇയാൾക്ക് ഭാഷയൊന്നും മനസ്സിലാവത്തില്ല, നല്ല രസമുണ്ടല്ലോ, ഇതിനെ കൊല്ലണ്ട, ഇതിന് നമുക്ക് രാജാവിന് കൊടുക്കാം സമ്മാനായിട്ട്. രാജാവിന് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ ആ ഹസനെ എടുത്തിട്ട് കീശയിലേക്ക് ഇട്ടു. കീശയിലേക്ക് ഇട്ടിട്ട് ഇയാൾ സന്തോഷത്തോടു കൂടി അങ്ങോട്ടേക്ക് കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അവിടെ പോകുമ്പോ ഹസനെ എടുത്ത് പുറത്തെടുത്തിട്ട് ഹസൻ കാണുന്ന കാഴ്ച എന്നറിയോ, ഭീമാകാരന്മാരായ മനുഷ്യന്മാർ. അതിന്റെ അടുത്ത് ഒരു നഖത്തിന്റെ അത്ര അല്ല, ഒരു ചെറുവിരലിന്റെ അത്ര ഹസനുള്ളൂ. അവരുടെ വലുപ്പം വെച്ച് നോക്കുമ്പോ അത്രയും വലിയ ഭീമാകാരന്മാരായ മനുഷ്യർ, രാക്ഷസന്മാർ. അപ്പൊ രാജാവിന്റെ മുമ്പിലേക്ക് എത്തി. രാജാവ് ചോദിച്ചു, എന്താ? അത് എനിക്കൊരു നല്ലൊരു ജീവിയെ കിട്ടിയിട്ടുണ്ട്, നല്ല രസമുണ്ട്, ഇതാ നോക്കിയേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. രാജാവ് നോക്കുമ്പോ നല്ല രസമുണ്ടല്ലോ, ഇതിന് ജീവനുണ്ടല്ലോ, ഇത് പാട്ട് പാടും, കേൾക്കണോ, നിങ്ങൾക്ക് പാട്ട് പാടുന്ന കേൾക്കണോ? ഇത് ഹസൻ ഒരു അടിയെടുത്തു. ഹസൻ ഇങ്ങനെ കരയാൻ തുടങ്ങി, വേദന കൊണ്ട് ഇങ്ങനെ കരയാൻ തുടങ്ങി. ഇയാള് വിചാരിക്കുന്നത് ഇത് പാട്ട് പാടുന്നതാണ്, ഹസൻ പാട്ട് പാടുന്നതാണെന്നാണ് ഇവരെ വിചാരം. അങ്ങനെ ഹസൻ കരയുന്നതനുസരിച്ചിട്ട് ഇയാൾ അടിക്കും. ലാസ്റ്റ് ഹസനൊന്നും മിണ്ടാണ്ടായി, പേടിച്ചിട്ട്. എന്നിട്ട് അപ്പോ രാജാവിന് ഭയങ്കര ഇഷ്ടമായി, പാട്ട് പാടുന്നത് നല്ലൊരു ജീവി. ഒരു കാര്യം ചെയ്യാം, ഇതെന്നെ മകൾക്ക് കൊടുക്കാം സമ്മാനായിട്ട്, ഇതെന്റെ മകൾക്ക് കൊടുക്കാം. അപ്പോ ഈ രാക്ഷസ രാജാവിന് ഒരു മകളുണ്ട്, മകളെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പടയാളികൾ പോയിട്ട് മകളെ വിളിച്ചിട്ട് കൊണ്ടാണ്. എന്നിട്ട് ഹസനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് രാജാവ് പറഞ്ഞു, മോളെ നിനക്ക് നല്ലൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്, അടിപൊളി സമ്മാനം, നോക്കിയേ. അവള് വന്നിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോ നല്ല രസമുണ്ടല്ലോ, ഉപ്പാക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? ഇതാ ഇയാള് കൊണ്ടു തന്നതാ, ഇത് പാട്ട് പാടും, കേൾക്കണോ പാട്ട്? ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. ഹസൻ ഇങ്ങനെ നിലവിളിച്ചിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങി. ഈ പെണ്ണിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല രസമുണ്ട്, ഇതെനിക്ക് തരുമോ? അപ്പൊ രാക്ഷസിന്റെ മോളല്ലേ, രാക്ഷസിന്റെ മോളാവുമ്പോ പിന്നെ അത്രയും വലിയ വലുപ്പുണ്ടാവുമല്ലോ. അങ്ങനെ ആ പെണ്ണിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ പെണ്ണിന് ഉപ്പാനോട് ചോദിച്ചു, ഉപ്പ ഇത് എനിക്ക് തരുമോ? മോക്ക് സമ്മാനമായിട്ട് മോൾ എടുത്തോ എന്ന് പറഞ്ഞു. അസര അവൾ എടുത്തുകൊണ്ടുപോയി. അസര എടുത്തുകൊണ്ട് പോയിട്ട് ഒരു വലിയ ഒരു എന്താ പറയാ, നമുക്ക് തത്തക്കൂടാക്കൂലേ, തത്തക്കൂടാക്കുന്നത് പോലെ ഒരു കൂടുണ്ടാക്കി. ആ കൂട്ടില് അസന ഇട്ട്. എന്നിട്ട് ഈ രാക്ഷസി മകളില്ലേ, രാക്ഷസി കുമാരി, ആ കുമാരിന്റെ ബെഡ്റൂമിലെ റൂമില് പക്ഷിനെ കൊളത്തുന്ന പോലെ കൊളത്തിയിട്ട് അസനി തത്തക്കൂട്ടിൽ തത്തപ്പെട്ട പോലെ ഈ കൂട്ടിൽ അസം പെട്ടു. ഒരു തരത്തിലും അസന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റൂല. ഇവള് പെണ്ണ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു മുട്ട് കൊടുക്കും, അസൻ പേടിച്ച് കരയും. അപ്പൊ ഈ പെണ്ണ് ചിരിക്കും. ഇങ്ങനെ തന്നെ പോകാൻ തുടങ്ങി. ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ഇല്ല. പഠിച്ചോനെ, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയല്ലോ, എന്ത് ചെയ്യും എന്ന് അസൻ ഇങ്ങനെ ആലോചിച്ച് കണ്ണീരിങ്ങനെ കരഞ്ഞുകൊണ്ട് മോഹിനിയെയും മക്കളെയും ഓർത്തുകൊണ്ട് അസൻ അവിടെ നിന്ന് കരയാണ്. അവിടെ നിന്ന് എങ്ങനെയായിരിക്കും അസൻ രക്ഷപ്പെടുക? ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ പറയാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ നൈസ് ഡേ.